നമുക്ക് ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി പരിചയപ്പെടാം. ചുണ്ട് തോരൻ. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ചുണ്ടെന്നാണ് പറയുന്നത്, ചിലർ തന്നെ വാഴക്കൊമ്പെന്നും പറയാറുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണേ. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരണം. അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിന്റെ അകത്തൊരു വെളുത്ത സാധനമുണ്ട്, അതങ്ങടെ എടുത്തു കളഞ്ഞേക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കയ്പായിരിക്കും. എന്നിട്ട് ഇത് കൊത്തിയതിനു ശേഷം ഇതിന്റെ കറയൊക്കെ കളയാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുമ്പോഴേക്കും ഇതിന്റെ കറയൊക്കെ ഒരു 4 പോരെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാം. അതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം, അല്ലെങ്കിൽ ഇത് കറി വെച്ച് വരുമ്പോഴേക്കും നല്ല കയ്പായിരിക്കും. പലപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതാണ്, നമ്മൾ ലുലുന്നൊക്കെ ചെന്ന് ചുണ്ടെടുത്ത് കഴിയുമ്പോൾ ചില ചുണ്ട് കഴിക്കുന്ന കേൾക്കാറുണ്ട്. പക്ഷെ നമുക്കിത് ഏതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ എടുത്ത് വെച്ച് വരുമ്പോഴേക്കും നല്ല കയ്പ് തോന്നാറുണ്ട്, അങ്ങനെ അത് മൊത്തം കളയാറുമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒട്ടും മടിക്കാറില്ല കേട്ടോ. എൻ്റെ കൊച്ചിനാണേലും ഞാൻ ഇങ്ങനെ ഇതുപോലെ ചുണ്ട് നന്നായിട്ട് കഴിപ്പിക്കാറുണ്ട്. കാരണം ഇത് ഫൈബർ റിച്ച് ആണല്ലോ, അത് വയറ്റിലേക്ക് ചെല്ലുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. ഇതിന്റെ കറിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് നമുക്ക് കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും, ഒരു 2 വെളുത്തുള്ളിയും, 3 ചുവന്നുള്ളിയും, പിന്നെ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ജീരകം, അത് ചെറിയ ജീരകമാണേ, അത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലൊരു ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്ക് 2-3 വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുണ്ടില്ലായിരുന്നോ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂടി പൊത്തി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ചുണ്ട് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇല്ലായിരുന്നോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഇത് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ചുണ്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ചു നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ചോറിന്റെ കൂടി കഴിക്കാം. ഇപ്പൊ കർക്കിടക മാസമൊക്കെ അല്ലേ, ഇതിന്റെ ഈ സമയത്തൊക്കെ ഇത് കഴിക്കാൻ, ഈ സമയം നല്ല ഏത് സമയത്തും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.